നിൻ്റെ മക്കളുടെ തൊഴിലിടങ്ങൾ, അവിടെ പഠന സ്ഥലങ്ങൾ, അവിടെ യാത്രകൾ, എന്തെങ്കിലും ഇഷ്യൂസ് പൊട്ടലും ചീറ്റലും കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ, അതിൻ്റെ പേര് ഭക്ഷണം കഴിക്കാതെ മുഖം കറുപ്പിച്ചൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശക്തി ഈ ആശീർവാദത്തിൻ്റെ കൃപയാൽ ഈ നിമിഷം ആ വ്യക്തിയെ സ്പർശിക്കട്ടെ. ഏതെങ്കിലും ഏടാകൂടെ ബന്ധങ്ങളിൽ നീ ചെന്ന് അകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നീ മാനസികമായി പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഇപ്പോൾ ആശ്രയിക്കുന്നു. നിന്നെ തകർത്തിട്ടിരിക്കുന്ന, നിന്നെ വിഷമിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ നിമിഷം നിനക്ക് അനുകൂലമായി മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ കുരുക്ക് പിടിച്ച കാര്യങ്ങൾ, ചിലപ്പോൾ ബന്ധങ്ങളാകാം, ബിസിനസ്സുകളാകാം, ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ വന്നിട്ട് പെസകളാകാം, അതുമൂലം തെറ്റിദ്ധാരണയാകാം, അതുമൂലം ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളാകാം. എല്ലാ കുരുക്കുകളും യേശുനാമത്തിൽ നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് വേദനിച്ചത്? എന്തിനു വേണ്ടി ഇന്നലെ വേദനയോടെ കിടന്നുറങ്ങിയത്? എന്ത് ഭാരമാണ് നിനക്ക് ഇന്ന് ഉണർച്ചയിൽ, എന്ത് ഭാരതത്തിൽ ഉണർന്നു വന്നത്? ആ മേഖലയെല്ലാം നിൻ്റെ കർത്താവ് രക്ഷകരും ആ യേശു ക്രിസ്തു നിന്നെ ആശീർവദിക്കുകയും പരിശുദ്ധമ്മ നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ ആശീർവാദത്തിൻ്റെ ശക്തി നീ ഉറങ്ങാൻ വരുന്നവരെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. ലോർഡ് ആൻഡ് പീസ്, സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്.